അസ്സലാമു അലൈക്കും. ഇത് ഞാൻ ബ്രെഡ് കൊണ്ടൊരു വട ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടത്. ഇതാ ഉള്ളിവട പോലെ മാവുണ്ടാക്കിയിട്ട് അതിലേക്ക് ബ്രെഡ് പീസാക്കി മുറിച്ചിട്ട് മുക്കിയെടുത്ത വീഡിയോ. ബ്രെഡ് 4 പീസായാണ് മുറിച്ചത്. ഫുള്ളായിട്ടും ആക്കാം, പകുതി മുറിച്ചിട്ടും ആക്കാം, നമ്മളിഷ്ടം പോലെ. ഞാൻ പിന്നെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, ചെറുതായിട്ട് മുറിച്ചത് കേട്ടോ. കടലപ്പൊടി, മസാലകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത്, പിന്നെ മല്ലിച്ചപ്പ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇടുന്നില്ല. പിന്നെ ഇതാ കറിവേപ്പിലയും ഒരു സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വീഡിയോ ഒന്ന് കണ്ടുവരാം കേട്ടോ. പിന്നെ 2 മുട്ട കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് 4 ബ്രെഡും ഒത്ത രീതിയിലാവുന്ന വരെ കുഴക്കണം. കടലപ്പൊടി ചേർത്ത് മിക്സാക്കി എടുക്കുക. അതായത് ലൂസായിട്ട് നല്ല രീതിയിൽ ബ്രെഡ് മുക്കാൻ പാകത്തിൽ വെച്ചെടുത്തത്. പാന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ കൂടുതലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഞാൻ നമുക്കിഷ്ടത്തിന് ഒഴിക്കാം. എന്തായാലും ബ്രെഡ് പൊരിഞ്ഞ് വെന്ത് കിട്ടണം, അതിനുള്ള എണ്ണ വേണം. എന്നാൽ പിന്നെ പൊരിച്ചെടുക്കുന്നത് കാണാം. മുക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുക്കിയെടുക്കുന്നത്. ഇതിൻ്റെ മാവ് ഒത്ത രീതിയിലായിരിക്കണം കേട്ടോ. ലൂസാവാനും പാടില്ല, ടൈറ്റാവാനും പാടില്ല. ബ്രെഡ് ഉണങ്ങിയ ബ്രെഡല്ല, അതുകൊണ്ടത് കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള നനവ് വേണം. അതുകൊണ്ടാണ് കൂടുതൽ കടലപ്പൊടി ചേർക്കാതിരുന്നത്. ഇതിൻ്റെ ഒരു ഭാഗം നല്ലോണം എരിഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല കളറിൽ നല്ല ടേസ്റ്റിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതൊന്ന് നോക്കട്ടോ, ടേസ്റ്റ് ഉണ്ടോയെന്ന്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാനൊന്ന് ഒരു പീസ് കഴിച്ച് നോക്കട്ടെ. എന്നാൽ പിന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒപ്പിച്ച് വെച്ചതാട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. എന്നാൽ പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം കേട്ടോ.